SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് കൊടുത്തൊരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റിൽ പറയുന്നത് കേരളത്തിലെ മന്ത്രി KM ഷാജി അരാഷ്ട്രീയവാദി എന്നാണ്. ഷാജിയെക്കുറിച്ച് നമുക്കറിയാം, തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പൊതുയോഗത്തിൽ അടക്കം സംസാരിക്കുന്ന നേതാവാണ് ഷാജി. അതുമാത്രമല്ല, SDPI, ജമാഅത്തെ ഇസ്ലാമിയെ, CPM-നെ, സംഘപരിവാറിനെ, അവരുടെ എല്ലാം വിഷയങ്ങളിൽ, വിവിധ വിഷയങ്ങളിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പ്രവർത്തകർക്ക് ആവേശമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമാരാധരായ നേതാക്കന്മാർ എന്നവർ പറയുന്ന പാണക്കാട് കുടുംബമായാലും അതിനുശേഷമുള്ള PK കുഞ്ഞാലിക്കുട്ടി ആയാലും അവരൊന്നും ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല. എല്ലാവരോടും ഒരു മിതത്വത്തോടെ, സമന്വയത്തോടു കൂടി ഒരു നിലപാട് സ്വീകരിക്കുന്ന, ആരാലും അങ്ങനെ വെറുക്കപ്പെടുന്ന ഒരു പ്രസ്താവനകൾ നടത്തുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ KM ഷാജി അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തകർക്ക് ആവേശം പകരുന്ന നേതാവാണ്. ആ KM ഷാജിയെക്കുറിച്ച് സഞ്ജീവ്, SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് അരാഷ്ട്രീയവാദി എന്ന് പറയാനുണ്ടാകുന്ന അല്ലെങ്കിൽ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളോടൊന്നും യോജിപ്പുള്ള ആളല്ല ഞാൻ. KM ഷാജി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ പലതരത്തിലുള്ള പല പ്രസംഗങ്ങളും പല സംസാരങ്ങളും ഒന്നും എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. ആ വിയോജിപ്പുകൾ ജനാധിപത്യ മര്യാദയിൽ നമുക്ക് പറയാനുള്ള അർഹതയുമുണ്ട്. അത് തന്നെയാണല്ലോ കാര്യം. പക്ഷേ യോജിപ്പോടുകൂടി നമ്മൾ യോജിക്കും, അതാണ്. പക്ഷേ ഇവിടെ KM ഷാജി എന്ന് പറയുന്ന ഒരാളെ അരാഷ്ട്രീയവാദിയാണ് എന്നും KM ഷാജി പറഞ്ഞ കാര്യം എന്തോ വളരെ മോശമാണെന്നുള്ള രീതിയിലാണ് PS സഞ്ജീവ് പറഞ്ഞത്. വളരെ പരിഹാസ രൂപത്തിലാണ് സഞ്ജീവ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതും അദ്ദേഹത്തെ അരാഷ്ട്രീയവാദിയാണ്, അദ്ദേഹം എന്തോ മോശക്കാരനാണ് എന്നൊക്കെ സംസാരിക്കുകയും നമ്മൾ കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ KM ഷാജി പറഞ്ഞത് എന്താണ്? എന്തിനാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് PS സഞ്ജീവിന് കുരുപൊട്ടിയത് എന്നുള്ള ചോദ്യം നമ്മളിവിടെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകൾക്കും അത് അറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ED റെയ്ഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് നേരെ ഒരു അന്വേഷണം വരുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് 2 വർഷത്തിനടുത്തായി അത് ഹൈക്കോടതിയിൽ പെൻഡിങ് കിടക്കുകയാണ് കേസ്. പിന്നെ കോടതി തൽക്കാലം ED അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം സ്റ്റേ ചെയ്യുന്നു. അതിന് തൊട്ട് തലേ ദിവസം ആണ് ഈ ഹൈക്കോടതി ആ സ്റ്റേ 1.5 വർഷത്തിനിപ്പുറം നീക്കുന്നത്. അതിനുശേഷമാണ് ED പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട വീടുകളിലെല്ലാം തന്നെ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ റെയ്ഡ് ചെയ്യുന്നു. അവിടെ പിണറായി വിജയൻ അവരുടെ അച്ഛനായതുകൊണ്ട്, അതായത് വീണ തൈക്കണ്ടിയുടെ അച്ഛനായതുകൊണ്ട് അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിച്ചില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ഈ പ്രതിപട്ടികയിലില്ല, അദ്ദേഹം കേസിന്റെ സംശയത്തിൽ പോലുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷെ വീണ തൈക്കണ്ടിക്ക് വേണ്ടി അവിടെ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പാർട്ടി സഖാക്കൾ പോയി നിലവിളിക്കുന്നതും വലിയ പ്രഹസന സമരം നടത്തുന്നതും. അതുമാത്രമല്ല, രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED, കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED പുറത്തിറങ്ങുമ്പോൾ അവരെ കട്ട കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു, കാറിന്റെ ചില്ല് കുത്തിപ്പൊട്ടിക്കുന്നു. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന CPM അവിടെ ഏതോ വാടകയ്ക്ക് എടുത്ത ഒരു പാവപ്പെട്ടവന്റെ വരുമാന മാർഗമായിട്ടുള്ള കാറ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ ബംഗാളിൽ നടന്നതിന് സമാനമായിട്ടുള്ള ആക്രമണം ഇവിടെ നടത്തുന്നു. അങ്ങനെയൊക്കെ നടന്നതിന് ശേഷം, വലിയ വെല്ലുവിളികൾ നടന്നതിന് ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കേരള പോലീസും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ശക്തമായ വളരെ വലിയ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഈ രാജ്യാന്തര തലത്തിൽ തന്നെ ഈ വാർത്ത വലിയ തരത്തിൽ ചർച്ച ആവുന്ന ഒരു അവസരത്തിൽ കൃത്യമായ നിലപാട് കേരള പോലീസിന് എടുക്കേണ്ടി വരുന്നു. അതായത് മുൻ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് സഖാക്കൾ, അതായത് പല സഖാക്കളുടെയും വീടുകളിൽ പോലീസ് നരനായാട്ട് നടത്തുകയാണ്, പോലീസ് റെയ്ഡ് നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഈ CPM സഖാവിന്റെ വീട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ കണ്ടത്, വളരെ ദയനീയമായ അവസ്ഥയിൽ. അപ്പൊ പറയുന്നത്, ഈ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന ഈ സഖാവിന്റെ വീട് പോലും ഇങ്ങനെയാണെങ്കിൽ ഈ നേതാക്കന്മാരുടെ വീട് ഏത് തരത്തിലാണ്? ഈ റെയ്ഡ് നടത്താൻ പോയ നേതാക്കന്മാർ, മന്ത്രിമാരുടെ വീടുകൾ, ഏരിയ സെക്രട്ടറിയുടെ വീടുകൾ, ജില്ലാ സെക്രട്ടറിയുടെ വീടുകൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ വീടുകൾ, ലോക്കൽ സെക്രട്ടറിയുടെ വീടുകൾ, ഇവരുടെ വീടുകൾ എങ്ങനെയാണ്? ഈ അടിക്കും അതുപോലെ തന്നെ ഈ ജയിൽ കിടക്കാനും പോകുന്ന പാവപ്പെട്ട സഖാക്കളുടെ വീട് എങ്ങനെയാണ്? ഇവർക്ക് എന്തുകൊണ്ട് ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം അവിടെ വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ KM ഷാജി പറഞ്ഞ കാര്യത്തെ കൂടി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. KM ഷാജി പറഞ്ഞത് രാഷ്ട്രീയം പാടില്ലെന്നോ, രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കണമെന്നോ, രാഷ്ട്രീയത്തിന് അതീതമായി പെരുമാറണമെന്നോ ഒന്നുമല്ല. ഷാജി പറഞ്ഞത് വളരെ കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നത് ആശയപരമായിരിക്കണം, യുക്തിപരമായിരിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ അതിനെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്ത തരത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കരുത്. ഇതാണ് കെ എം ഷാജി പറഞ്ഞത്. അവനവന്റെ കാര്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു നില എന്താണ്, നമ്മളിപ്പോ ഒരു പാമ്പുള്ള സ്ഥലത്ത് കൂടെ ടോർച്ച് അടിച്ച് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ ഒരു എന്താണ് ഒരു കൃത്യമായ യുക്തി, ആ യുക്തി ഇവിടെ പ്രയോഗിക്കണം എന്നാണ് കെ എം ഷാജി പറഞ്ഞത്. ഈ പറയുന്ന സഖാക്കളെല്ലാം തന്നെ അവരുടെ മക്കളെ എല്ലാം വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. SFI പോലും മെമ്പർഷിപ്പ് ഇല്ലാത്ത വീണ തൈക്കണ്ടിക്ക് വേണ്ടി ഇന്ന്, അതായത് അവർ പഠിക്കുന്ന സമയത്ത് SFIക്ക് പോലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് എട്ടിമടയിലെ കോയമ്പത്തൂരിലെ എട്ടിമടയിലെ അമൃതാനന്ദമയി കോളേജിൽ SFIയുടെ പ്രവർത്തനമില്ല. അവിടെ SFIയുടെ മെമ്പർഷിപ്പും ഇല്ല. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പഠിച്ച അമൃതാനന്ദമയ്യെ വല്ലതും നിശ്ചിതമായി വിമർശിക്കും. വേറെ അത് ആ കോളേജിൽ എങ്ങനെയാണ് കിട്ടിയത്, അതിനാരാണ് ഇടനിലനിന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഒരു കോളേജിൽ പഠിച്ച വീണ തൈക്കണ്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ എന്തിനാണ് പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു തരത്തിലും പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. ഈ ജനങ്ങളെ, ഈ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളെ നേതാക്കന്മാർ എങ്ങനെയാണ് കയറൂരി വിടുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ നമ്മൾ കണ്ടത്. നേതാക്കന്മാർ എന്ന് പറയുന്നു അത് തൊണ്ട തൊടാതെ വിശ്വസിച്ച് അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ അധികം റോബോട്ടിക് ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കൃത്യമായ നിലപാടുള്ള, കൃത്യമായി കാര്യങ്ങൾ വായിക്കുന്ന, കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു വ്യക്തി മാത്രം വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പല സഖാക്കൾക്കും ആവുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്കെതിരെയാണ് എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് കെ എം ഷാജി പറഞ്ഞത്, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്നത് പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും അതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നതും മറ്റുള്ളവരെ ആക്രമിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാക്കും. ഞാൻ പറയാം, 5-10 വർഷം തടവ് കിട്ടുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിദ്യാർത്ഥികൾ അങ്ങോളം ഇങ്ങോളം നടക്കണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കം കിടക്കുന്ന പാർട്ടിക്കാരുടെ പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് ഇവിടെ കിടക്കുകയാണ്, എത്രയോ കാലമായി കിടക്കുന്നു, ഇപ്പൊ ഒരു കാര്യമില്ല, ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഞെട്ടിപ്പോവും. പലരും വിചാരിക്കുന്നത് പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാത്ത ആളുകളെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പറയുന്ന DYFIക്ക് വേണ്ടിയും SFIക്ക് വേണ്ടിയും അടിയുണ്ടാക്കാൻ പോയിട്ട് അവരുടെ കേസ് നടത്താൻ വേണ്ടി വീട്ടുകാർ കടം വാങ്ങി കേസ് നടത്തേണ്ടി വരുന്ന കാര്യങ്ങളിലേക്ക് എത്രയോ അധികം പാവപ്പെട്ട കുട്ടികൾ പോകുന്നുണ്ട്. അവരൊന്നും പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നീട് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പാർട്ടിയിലെ ചില നേതാക്കന്മാർ പറയുന്ന വാക്കുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തല്ലാൻ പോയത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ പോയതല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ തരത്തിലുള്ള ചോദ്യവും കേട്ട് വർഷങ്ങളോളം കേസ് നടത്തി നല്ലൊരു സർക്കാർ ജോലിയോ പ്രൈവറ്റ് ജോലിയോ കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന, അവരുടെ ഭാവി പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോഴാണ് PS സഞ്ജീവ് ചോദിക്കുന്നത്, മഹാത്മാഗാന്ധിയോ അതുപോലെ തന്നെ ബാലഗംഗാധര തിലകനോ അതുപോലെ ഭഗത് സിംഗോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അവരൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ, അന്ന് സമരം നടത്താതിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? തീർത്തും അരാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇവർ പറയുന്നത് എന്ന് PS സഞ്ജീവ് അറിയാണ്. ഞാൻ ചോദിക്കട്ടെ, മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ഭഗത് സിംഗോ ഒക്കെ ഏതെങ്കിലും നേതാവിന്റെ മോള് തട്ടിപ്പ് കേസിൽ അകത്ത് കിടന്നതിന് സമരം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ? അവരെന്തിനാണ് സമരം ചെയ്തത്? അവർ സമരം ചെയ്തത് ഇന്ത്യയുടെ മണ്ണിനെ വിദേശികൾ കൈയടക്കി വെക്കുമ്പോൾ അത് കണ്ടുകൂടാ എന്ന് അവർക്ക് നടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരുടെ സഹോദരങ്ങൾ ഈ മണ്ണിൽ വീട് മരിക്കുന്നത് കണ്ടിട്ടാണ് അവർ സമരത്തിൽ ഇറങ്ങിയത്. അത് ഈ നാട് ഒന്നടങ്കം ഇറങ്ങും. എന്തിന്? ഇന്ന് ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ, ഇന്ന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഒന്നടങ്കം ഇറങ്ങും. അതേപോലത്തെ സാഹചര്യം മറ്റൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതായത് വൈദേശിക മണ്ണിൽ നിന്ന് ആക്രമണം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുന്ന ആളുകളാണ് ഈ SFIക്കാർ. മനസ്സിലാക്കണം. പണ്ട് ചൈന ഇന്ത്യ ആക്രമിച്ച സമയത്ത് ഇവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ? ചൈന അവരുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന മണ്ണിന് വേണ്ടിയാണ് യുദ്ധം എന്ന് പറയുന്ന ആളുകളാണ്. ആ ആളുകളാണ് ഇത് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ എന്റെ പൊന്നു സഞ്ജീവെ ചിരിയാണ് വരുന്നത്, വളരെ വലിയ ചിരിയാണ് വരുന്നത്. ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് വളരെ വളരെ കഴിവുള്ള, പ്രസംഗിക്കാൻ അറിയുന്ന, കാലിബറുള്ള, വളരെ ശക്തമായ സ്ട്രോങ് ഉള്ള ആളുകൾ മാത്രം എവിടെ എത്തും? മുകളിലേക്ക് എത്തും. അതിൽ തന്നെ ഭാഗ്യമുള്ളവൻ MLA ആവും, മന്ത്രിയാവും. അധികാരത്തിന്റെ വളരെ വലിയ ഇടനാഴികളിൽ കൂടി സഞ്ചരിച്ച് വളരെ വലിയ ആളുകളുമായിട്ട് ഇവർ ചങ്ങാത്തം കൂടും. മാത്രവുമല്ല, ഈ പറയുന്ന പൊളിറ്റിക്കൽ നേതാക്കന്മാർ തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ലോക്കൽ നേതാവ് മറ്റൊരു പാർട്ടിയുടെ ലോക്കൽ നേതാവിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയാൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്, വലിയ വിഷയമാണ്. ഒരു ലോക്കൽ നേതാവിന്റെ മകൻ മറ്റൊരു നേതാവുമായിട്ട് മകനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനും മകനുമായി കൂട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ട് കൂട്ടുണ്ടെങ്കിൽ മലബാറിലൊക്കെ വലിയ പ്രശ്നമാണത്. പക്ഷേ
ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ ഇരുന്ന് ഒരു ഊണുമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ച് തമാശ പറഞ്ഞ് മകന്റെയും മകളുടെയും ഒക്കെ കല്യാണത്തിന് പോയി ബിസിനസ് നടത്തി ഒരുമിച്ച് നടക്കുന്ന വളരെ അനന്തമായ, ഇപ്പൊ അടുത്ത് ഞാനൊരു കാര്യം കണ്ടത്, മരിച്ചുപോയ ഒരു മഹാനായ നേതാവ്, അദ്ദേഹത്തെ എനിക്ക് ഏറ്റവും റെസ്പെക്ടുള്ള നേതാവാണ്, ആ റെസ്പെക്ടുള്ള നേതാവിന്റെ മകൻ മറ്റൊരു മരണപ്പെട്ട വലിയൊരു നേതാവിന്റെ മകൻ അവരുടെ ഫാമിലിയെ പറ്റി സംസാരിക്കുന്നതാണ്. അവർ എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്, അവരെങ്ങനെയാണ് മുന്നോട്ട് പോയത്, അവരെങ്ങനെയാണ് പരസ്പരം സഹായിച്ചത്, അവര് ഈ ആശുപത്രി കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെയോ BJP കാരന്റെയോ CPM കാരന്റെയോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് പാർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ ആലോചിക്കട്ടെ. അവിടെയാണ് KM ഷാജി പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും വലിയ എന്തുള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ഇത് അരാഷ്ട്രീയമല്ല, ഈ മാറിയ കാലത്ത്, മാറുന്ന കാലത്ത് രാഷ്ട്രീയം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായ ഒരു ചിന്ത പുതിയ തലമുറക്ക് ഉണ്ടാവണം. അടിക്കാനും കൊല്ലാനും കുത്താനും വെട്ടാനും അല്ല രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടത്. കൃത്യമായ നിലപാടുകളോടുകൂടി ആ നിലപാട് എവിടെയും പറയാനും തന്റെ സമ്മതിദാനാവകാശത്തിലൂടെ വൃത്തികേട് കാണിക്കുന്നവരെ പുറത്താക്കാനും തനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ, തനിക്ക് എന്തൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ടോ അതൊക്കെ കൃത്യമായി ചെയ്യാനുള്ള ആർജവത്തോടെ നിന്ന് പറയാനും അതിനുവേണ്ടി പ്രചരണം നടത്താനുമുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവനവന്റെ അഭിപ്രായത്തെ സംഘടിതമായി പറയുന്ന കാര്യത്തെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയിട്ടില്ലെങ്കിലും അവൻ അരാഷ്ട്രീയവാദിയാണെന്ന് പറയാൻ കഴിയില്ല. ഈ കാലത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ്, യുവാക്കളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അവിടെയാണ് KM ഷാജി പറഞ്ഞ കാര്യം എന്താണ് വളരെ വളരെ പ്രസക്തമായി നിൽക്കുന്നത്. പക്ഷേ PS സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെയധികം ഭയമാണ്. അവരെന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത്? അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ, SFIക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്തൊക്കെയാണ് അവർക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങൾ എന്നുള്ളത്. ഈ കുഞ്ഞു മക്കളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ഇപ്പൊ ഞാൻ പറയാം, ഒരു ഹൈസ്കൂളിലോ പിന്നെ അതുപോലെ തന്നെ കോളേജിലോ പഠിക്കുന്ന ഒരാൾ SFI ആകുന്നത് എങ്ങനെയാ ഇതിനെ നമുക്കൊക്കെ അറിയാലോ. ഞാൻ SFIക്ക് പ്രവർത്തിച്ച ആളാണ്, കൃത്യമായിട്ട് അറിയാം. അതായത് കുട്ടികളുടെ മുമ്പിൽ 4 ആളാവാം, 4 ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളായി നടക്കാം, ഷോ കാണിക്കാം, അവിടെ എന്തും നടക്കും. അതുപോലെ തന്നെ മുണ്ട് മടങ്ങി കുത്തി പോയിട്ട് അടി ഉണ്ടാക്കാം, പിന്നെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഹീറോയിസം കളിക്കാം, അധ്യാപകനോട് മുമ്പോട്ട് വെക്കാം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ലഹരിയുടെ ഇടപാടുകളും ഇതിന്റെ കൂടെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കാലത്ത് ലഹരി ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുറവായിരുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോ ലഹരിയുടെ അങ്ങേയറ്റത്തെ പിടിയിലാണ് എന്ത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ അവർ എന്താണ് ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞത്, അല്ലെ? ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞില്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെയാണ് നമ്മൾ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ മാനവികത എന്ന് പറയുന്ന കാര്യം ഉയർത്തിപ്പിടിക്കണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയും. സ്വാതന്ത്ര്യമില്ലാത്ത, ജനാധിപത്യമില്ലാത്ത, ഒരു സോഷ്യലിസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സോഷ്യലിസം, ഞങ്ങളുടെ ജനാധിപത്യം, അത് ഞങ്ങൾ എന്ത് പറയും അത് നിങ്ങൾ കേൾക്കുക എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവനവന്റെ മക്കൾ, ഓരോ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അവര് മറ്റേ തീഹാർ ജയിലിലും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കണ്ണൂർ ജയിലിലും ഒക്കെ അടിയും കൊണ്ട് കിടക്കുക എന്ന് പറയുന്നത്, ജോലിയില്ലാതെ പോവുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇതിനെ, അതായത് ഇപ്പൊ പറയുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും തമാശയായിട്ട് തോന്നും. പക്ഷേ പണമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കില്ല. ഒരു ആശുപത്രി കേസ്, ഒരു ആശുപത്രിയിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും, അല്ലെ? ഒരാളും സഹായിക്കാനുണ്ടാവില്ല. അങ്ങനത്തെ കാലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ള ആരോഗ്യമുള്ള സമയത്ത് അടിയും തൊഴിയും ഒക്കെ കൊണ്ട് ഞങ്ങൾ വലിയ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് പോവാം. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ശിങ്കിടികളായ ആൾക്കാർക്ക് ഇതിന് മുന്നിൽ നിന്ന് നയിക്കാനും അവരെ സഹായിക്കാൻ നേതാക്കന്മാരുണ്ടാവും. പക്ഷെ പാവപ്പെട്ട അണികളുടെ കാര്യം അങ്ങനെയല്ല. പാവപ്പെട്ട അണികളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. അവർക്കൊരു വലിയ രോഗം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് KM ഷാജി പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടായിരിക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് സ്വയം തിരിച്ചറിയണം. എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് തിരിച്ചറിയണം എന്നാണ് KM ഷാജി പറഞ്ഞത്. ആ KM ഷാജിയെ അരാഷ്ട്രീയവാദിയാക്കാൻ നടക്കുന്ന സഞ്ജീവിനെ പോലുള്ള ആളുകളോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റായി പോകും. KM ഷാജി പറഞ്ഞ പല കാര്യങ്ങളോടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ KM ഷാജി പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുമുണ്ട്. പല സംഘടനകളെയും മുഖത്തടിച്ചതുപോലെ എന്താണ് വിമർശിക്കാൻ ധൈര്യമുള്ള ആളാണ് KM ഷാജി എന്ന് പറയുന്നത്. ലീഗിനുള്ളിൽ നിന്ന് തന്നെ, മുസ്ലിം ലീഗിനുള്ളിൽ നിന്ന് തന്നെ ലീഗുകാർ പോലും പറയാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് KM ഷാജി. അങ്ങനെയുള്ള ഒരു നേതാവിനെ അരാഷ്ട്രീയവാദി എന്ന് നിങ്ങൾ വിളിക്കരുത്. അരാഷ്ട്രീയവാദമല്ല ഷാജി പറഞ്ഞത്. വരും തലമുറയിലെ ഓരോ വിദ്യാർത്ഥികളും ഓരോ ആളുകളും മനസ്സിലേക്ക് എടുത്ത് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു മുൻകരുതലിനെ പറ്റിയാണ് KM ഷാജി പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. SFI സംസ്ഥാന സെക്രട്ടറി, ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ, യൂത്ത് ലീഗിന്റെ ഒക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഷാജി.
അരാഷ്ട്രീയവാദി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ SFIക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാള സാഹിത്യത്തിലെ മുടിചൂടാ മന്നന്മാരായ ON വി കുറുപ്പും സുഗതകുമാരി ടീച്ചറും ഒക്കെ സർഗാത്മകത കൊണ്ട് അമ്മാനമാടിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ ഒരു കാലത്ത് ആസിഡ് ബൾബുകളുടെയും പെട്രോൾ ബോംബുകളുടെയും ഫാക്ടറിയാക്കി മാറ്റി ഏകപാർട്ടി ക്യാമ്പസുകളാക്കി മാറ്റിയ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇന്നും അവിടെ KSU ഒഴികെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുമതിയില്ല. ABVP-കാരനോ MSF-കാരനോ മറ്റാരെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല. അത്തരം ക്യാമ്പസുകൾ സൃഷ്ടിച്ച് തലശ്ശേരി ബ്രണ്ണൻ കോളേജിനെ പോലെ കോഴിക്കോട് മടപ്പള്ളി കോളേജിനെ പോലെയുള്ള ക്യാമ്പസുകൾ സൃഷ്ടിച്ചത്, തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിനെ പോലെയുള്ള ക്യാമ്പസുകൾ സൃഷ്ടിച്ചത് ഈ SFIക്കാരാണ്. അവരാണ് അരാഷ്ട്രീയവാദത്തിന് കേരളത്തിൽ പാലൂട്ടി വളർത്തിയത്, അരാഷ്ട്രീയവാദത്തിന് താരാട്ടുപാടി ഉറക്കിയത്. ആ SFIക്കാർ ഇന്ന് വന്ന് മറ്റുള്ളവരെ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കുമ്പോൾ പരമ പുച്ഛമാണ് ഈ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനോട് തോന്നുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ്, ഞാൻ SFIയെ വില കുറച്ച് കാണുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI അടക്കം KSU അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കണമെന്ന് ഇന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ അവിടെ അരാഷ്ട്രീയവാദികളും മയക്കുമരുന്ന് മാഫിയകളും കിടന്നാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ SFIക്കാരന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. തങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അരാഷ്ട്രീയതയെ താലോലിക്കുന്ന ആളുകളെന്ന് ഇനിയെങ്കിലും ഈ PS സഞ്ജീവ് തിരിച്ചറിയണം. ആത്മവിമർശനമായി KM ഷാജി അല്ല, ഞങ്ങളാണ് അരാഷ്ട്രീയവാദികളെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന നാളുകൾ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും.